ഏവർക്കും നമസ്കാരം, പ്രണാമം. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളും രോഗങ്ങളും പല വിധേനയുള്ള വിഷമതകളും നേരിടുന്നവരാണ് എല്ലാവരും. ചിലരൊക്കെ അസുഖം വരാതിരിക്കാൻ വേണ്ടിയും ആയതുപോലെ ഉള്ള അസുഖത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയും ഉപ്പ് കുറയ്ക്കുവാനും പഞ്ചസാര കുറയ്ക്കുവാനൊക്കെ വേണ്ടി ഉപ്പിടാത്ത ആഹാര അന്നപാനീയങ്ങളും ആയതുപോലെ മധുരം ഇടാത്തതായിട്ടുള്ള ആഹാര അന്നപാനീയങ്ങളും അങ്ങനെ ശ്രദ്ധിക്കുകയും പിന്നെ കുറച്ചൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നു ആരോഗ്യ സംരക്ഷണാർത്ഥം. പക്ഷേ ഇത് മാത്രം മതിയോ? ചിന്തിച്ചിട്ടുണ്ടോ ഏവരും? നമ്മൾ കഴിക്കുന്ന ആഹാര അന്നപാനീയങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്രകാരമുള്ള രോഗങ്ങളും ദുരിതങ്ങളൊക്കെ സമ്മാനിക്കുന്നത്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ആഹാര അന്നപാനീയങ്ങൾ തയ്യാറാക്കുവാനായിക്കൊണ്ടുള്ള ധാന്യങ്ങളും പച്ചക്കറികളും മറ്റും വാങ്ങുമ്പോൾ അത് നമ്മുടേത് തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ വാങ്ങിയ ആഹാര അന്നപാനീയങ്ങൾ തയ്യാറാക്കുവാനുള്ള ആ ചേരുവകളെല്ലാം പലരുടെയും വിഷമതകൾ കൊണ്ടും കണ്ണീരും വിഷമതകളും പ്രയാസങ്ങളൊക്കെ സഹിച്ചു കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണെന്നറിയണം. അവർക്കൊരു നന്ദി വാക്കു പോലും പറയാതെയാണ് നമ്മൾ അന്നപാനീയങ്ങൾ വെച്ചുകൊണ്ട് കഴിക്കുന്നത്. ഇതെല്ലാം നമുക്ക് രോഗം ഉണ്ടാകുവാനോ ഒക്കെ കാരണമായി തീരുന്നു. മറ്റുള്ളവരുടെ വിഷമം ആഹാര അന്നപാനീയങ്ങളിലൂടെ നമ്മുടെ ഏവരുടെയും ദേഹത്തിൽ ചെന്നെത്തുകയും ആ വിഷമങ്ങൾ ഒരു കാലം വരുമ്പോൾ അത് രോഗങ്ങളായും വിഷമങ്ങളായും മാറി നമ്മൾ ഒരുപാട് വിഷമത്തിലായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഇപ്രകാരം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മധുരവും ഉപ്പും എല്ലാം അപ്രകാരം നല്ല രീതിയിൽ ആഹാരം കഴിച്ചാൽ അത് നിയന്ത്രണ വിധേയമാകുന്നതാണ്. അപ്രകാരം കഴിക്കുന്ന ആഹാരത്തോട് ഈശ്വരനാണ് തൻ്റെ മുമ്പിലിരിക്കുന്ന ആഹാരമെന്നും ആയതിനെ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടും ആയ അന്നപാനീയങ്ങൾ ഉണ്ടാക്കുവാനായിക്കൊണ്ട് ആയതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള സർവ്വ ചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപ്പാദനം മുതൽ ആയതിലേക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഇവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. എവർക്കും നല്ലത് വരുത്തണം ജഗദീശ്വരി. ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആഹാര അന്നപാനീയങ്ങൾ വെച്ച് കഴിക്കുവിൻ. രോഗം വളരെ കുറഞ്ഞിരിക്കും. സത്യമാണ്, യഥാർത്ഥമാണ്. ആയതറിയുക. ഇപ്രകാരം ശീലിക്കുക ഏവരും.